തിരുവനന്തപുരം ലോ അക്കാദമിയിൽ കോളേജിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. കോളേജിലെ CCTVകളും ക്യാമറകളും ജനൽ ചില്ലുകളും പ്രവർത്തകർ അടിച്ചു തകർത്തു. അതേസമയം പരാതികൾ തന്നെ അറിയിച്ചിരുന്നെങ്കിൽ പരിഹരിച്ചേനെയെന്നും മാനേജ്മെന്റിനെ അറിയിക്കാതെ വിദ്യാർത്ഥികൾ സമരം ചെയ്യുകയായിരുന്നുവെന്നും പ്രിൻസിപ്പൽ ലക്ഷ്മി നായർ പ്രതികരിച്ചു. ലോ അക്കാദമിയിൽ വിദ്യാർത്ഥി വിരുദ്ധ നടപടികൾ ഉണ്ടാകുന്നു എന്നാരോപിച്ച് 5 ദിവസമായി SFI പ്രവർത്തകർ സമരത്തിലായിരുന്നു. ഇന്ന് പ്രിൻസിപ്പൽ ലക്ഷ്മി നായർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ കോളേജിലേക്ക് നടത്തിയ മാർച്ച് അക്രമാസക്തമായി. കോളേജിലെ ജനൽ ചില്ലുകളും CCTVയും ലൈറ്റുകളും മറ്റും വിദ്യാർത്ഥികൾ അടിച്ചു തകർത്തു. ഇത് തടയാൻ ശ്രമിച്ച പോലീസുമായും ഏറ്റുമുട്ടലുണ്ടായി. സംഘർഷത്തിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. സ്വകാര്യതയെ ബാധിക്കുന്ന CCTV ക്യാമറകൾ മാറ്റുക, ഇന്റേണൽ മാർക്കിലെ അനീതി ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബുധനാഴ്ചയാണ് SFI നിരാഹാര സമരം ആരംഭിച്ചത്. വിദ്യാർത്ഥികളുടെ ഇന്റേണലും അതുപോലെ തന്നെ അറ്റൻഡൻസിനെ എല്ലാം അട്ടിമറിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ സംഘടനാ പ്രവർത്തനവും യൂണിയൻ പ്രവർത്തനങ്ങളെയും എല്ലാം വരിഞ്ഞു മുറുക്കുന്ന രീതിയിലുള്ള ഒരു മാനേജ്മെന്റിന്റെ സ്വഭാവമാണ് ഇതിനകത്തുണ്ടായിരുന്നത്. മാനസികമായി വിദ്യാർത്ഥികളെ പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യമടക്കം ഈ ക്യാമ്പസിനകത്തുണ്ടായിരുന്നു. അതേസമയം പരാതികൾ തന്നെ അറിയിച്ചിരുന്നെങ്കിൽ പരിഹരിച്ചേനെയെന്നും മാനേജ്മെന്റിനെ അറിയിക്കാതെ വിദ്യാർത്ഥികൾ സമരത്തിലേക്ക് നീങ്ങുകയായിരുന്നുവെന്നും പ്രിൻസിപ്പാൾ ലക്ഷ്മി നായർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സ്വാശ്രയ കോളേജുകളിലെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ CPIM പിന്തുണയ്ക്കുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ജിഷ്ണുവിന്റെ വീട് കോടിയേരി സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതേസമയം പോസ്റ്റ്മോർട്ടത്തിൽ അപാകതയുണ്ടെന്ന് കാണിച്ച് ആരോഗ്യമന്ത്രിക്ക് ജിഷ്ണുവിന്റെ അമ്മ കത്തയച്ചു. കോൺഗ്രസിലെ തമ്മിലടിയിൽ തുറന്നടിച്ച് AK ആന്റണി. നേതാക്കൾ തമ്മിലടി അവസാനിപ്പിക്കണമെന്നും സ്തുതിപാഠകരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കരുതെന്നും ആന്റണി തിരുവനന്തപുരത്ത് പറഞ്ഞു. വിമർശകർ പറയുന്നതിന് ചെവി കൊടുക്കണമെന്ന്, കാലടിയിലെ മണ്ണൊലിച്ചു പോകുന്നത് നേതാക്കൾ മനസ്സിലാക്കണമെന്നും ആന്റണി പ്രതികരിച്ചു. രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന് ഉമ്മൻചാണ്ടി വിട്ടുനിന്നതിൽ അസംതൃപ്തി പ്രകടമാക്കിയാണ് ആന്റണിയുടെ പ്രതികരണം. നേതാക്കൾ സ്തുതിപാഠകരെ മാത്രം വിശ്വസിക്കരുതെന്ന മുനവച്ച വാക്കുകൾ. അതെല്ലാവരും മനസ്സിലാക്കണം, യാഥാർത്ഥ്യബോധം ഉൾക്കൊള്ളണം. സ്തുതിപാഠകർ പറയുന്നത് ഒരു നേതാവും വിശ്വസിക്കരുത്. വിമർശകർ പറയുന്നതാണ് കുറച്ച് ഉൾക്കൊള്ളുന്നതാണ് നല്ലത്. പാർട്ടിയുടെ മാത്രമല്ല നേതാക്കളുടെയും കാലിന് ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് മനസ്സിലാക്കണം. പക്ഷെ എല്ലാവരുടെയും അതുപോലെ പാർട്ടിയുടെയും കാലിനടിയിൽ മണ്ണ് കുറേ ഒലിച്ചു പോയിട്ടുണ്ട്. എല്ലാ നേതാക്കന്മാരുടെയും കാലിനടിയിലെ മണ്ണ് കുറേ ഒലിച്ചു പോയിട്ടുണ്ട്. നാളെ രാഹുൽ ഗാന്ധിയുമായി ഉമ്മൻചാണ്ടി കൂടിക്കാഴ്ച നടത്താനിരിക്കെയാണ് ഹൈക്കമാൻഡിന്റെ അതൃപ്തി വ്യക്തമാക്കുന്ന ആന്റണിയുടെ പ്രതികരണം. അതേസമയം ദില്ലി യാത്രയെക്കുറിച്ച് പ്രതികരിക്കുന്നില്ലെന്ന് ഉമ്മൻചാണ്ടി കോട്ടയത്ത് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം, കോട്ടയം. രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി ഉമ്മൻചാണ്ടി ഇന്ന് ദില്ലിയിലെത്തും. നാളെയാണ് രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച. DCC പ്രസിഡന്റുമാരെ നിശ്ചയിച്ചപ്പോൾ A ഗ്രൂപ്പിനെ അവഗണിച്ചതിലുള്ള അതൃപ്തി ഹൈക്കമാൻഡിനെ അറിയിക്കും. അടിയന്തരമായി സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും ഉമ്മൻചാണ്ടി ആവശ്യപ്പെടും. ഉമ്മൻചാണ്ടി തുടരുന്ന നിഷേധാത്മക നിലപാടിൽ ഹൈക്കമാൻഡിനും അതൃപ്തിയുണ്ട്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് ഇക്കാര്യം ഉമ്മൻചാണ്ടിയെ നേരത്തെ അറിയിച്ചിരുന്നു. സംവിധായകൻ കമലിനെതിരെ കുമ്മനം രാജശേഖരൻ. കമൽ മോദിയെയും സുരേഷ് ഗോപിയെയും അവഹേളിച്ചെന്ന് കുമ്മനം രാജശേഖരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കമലിന്റെ പ്രസംഗം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്താണ് കുമ്മനം രാജശേഖരൻ രംഗത്തെത്തിയത്. നേരത്തെ കമൽ രാജ്യം വിട്ടു പോകണമെന്ന BJP നേതാവ് AN രാധാകൃഷ്ണന്റെ പ്രസ്താവന വിവാദമായിരുന്നു. ഇതിനെതിരെ BJP നേതാവായ CK പത്മനാഭൻ പരസ്യമായി എതിർത്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് കമലിനെതിരായ BJP നിലപാട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് കുമ്മനം രാജശേഖരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. സംവിധായകൻ കമൽ നേരത്തെ നടത്തിയ പ്രസംഗത്തിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ വീണ്ടും രംഗത്തെത്തിയത്. പ്രധാനമന്ത്രിയെയും സുരേഷ് ഗോപിയെയും കമൽ അവഹേളിച്ചുവെന്ന് കുമ്മനം ഫേസ്ബുക്കിലൂടെ പറയുന്നു. നേരത്തെ AN രാധാകൃഷ്ണൻ നടത്തിയ സമാന അഭിപ്രായ പ്രകടനം വ്യക്തിപരമാണെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ പാർട്ടി നിലപാട് കമലിനെതിരാണെന്ന് ഇതോടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രിയെ കമൽ അവഹേളിച്ചുവെന്നും കമൽ ഇന്ത്യ വിട്ട് പാകിസ്ഥാനിലേക്ക് പോകണമെന്നുമായിരുന്നു AN രാധാകൃഷ്ണന്റെ പരാമർശം. കമലിനെതിരായ AN രാധാകൃഷ്ണന്റെ പരാമർശത്തെ തള്ളി BJP മുൻ സംസ്ഥാന പ്രസിഡന്റും ദേശീയ നിർവാഹക സമിതി അംഗവുമായ CK പത്മനാഭനും പിന്നീട് രംഗത്തെത്തി.
എന്നാൽ CK പത്മനാഭനെതിരെ BJP നേതാക്കൾ ഒന്നടങ്കം പ്രതിഷേധ സ്വരം ഉയർത്തുകയും ചെയ്തു. നാളെ ആരംഭിക്കുന്ന BJP സംസ്ഥാന നേതൃയോഗത്തിൽ ഇക്കാര്യം ഉന്നയിക്കാനുള്ള തീരുമാനത്തിലാണ് നേതാക്കൾ. അതിനിടയിലാണ് AN രാധാകൃഷ്ണന് പിന്തുണ നൽകി കമലിനെതിരായ പാർട്ടി നിലപാട് കുമ്മനം വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. സംഘപരിവാർ ആശയങ്ങൾക്കെതിരെ പരസ്യ നിലപാട് വ്യക്തമാക്കിയ BJP ദേശീയ നിർവാഹക സമിതി അംഗം CK പത്മനാഭനെതിരെ നടപടിക്ക് സാധ്യത. നാളെ ആരംഭിക്കുന്ന BJP സംസ്ഥാന നേതൃയോഗങ്ങളിൽ CKPക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തമാകും. അതേസമയം AN രാധാകൃഷ്ണനെതിരെയും യോഗത്തിൽ രൂക്ഷ വിമർശനം ഉന്നയിക്കാനാണ് ഒരു വിഭാഗം നേതാക്കളുടെ തീരുമാനം. സംഘപരിവാർ നിലപാടുകൾക്കെതിരെ BJP ദേശീയ നിർവാഹക സമിതി അംഗം CK പത്മനാഭൻ പീപ്പിൾ TVയിലൂടെ നടത്തിയ പ്രതികരണങ്ങളെ തുടർന്ന് പാർട്ടിയിൽ അദ്ദേഹം ഒറ്റപ്പെടുന്ന കാഴ്ചയാണിപ്പോൾ. CKPക്കെതിരെ നടപടി വേണമെന്ന നിലപാടുമായി ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തി. നാളെ കോട്ടയത്ത് ആരംഭിക്കുന്ന BJP നേതൃയോഗങ്ങളിൽ നടപടി ആവശ്യം ശക്തമാകും. നാളത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ CKPക്കെതിരെ രൂക്ഷ വിമർശനമാകും ഉയരുക. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരും മുൻ അധ്യക്ഷന്മാരും ഉൾപ്പെടുന്ന 12 അംഗ കോർ കമ്മിറ്റിയിൽ ആരും CKPയെ പിന്തുണയ്ക്കുകയില്ല. തുടർന്നുള്ള 2 ദിവസങ്ങളിൽ നടക്കുന്ന സംസ്ഥാന ഭാരവാഹി യോഗത്തിലും സംസ്ഥാന സമിതിയിലും CKPക്കെതിരെ വ്യാപക വിമർശനമുയരുമെന്നതും ഉറപ്പാണ്. CK പത്മനാഭനെ അനുകൂലിക്കുന്ന MS കുമാർ അടക്കമുള്ള നേതാക്കളുടെ നിലപാടും യോഗത്തിൽ ശ്രദ്ധേയമാകും. സംസ്ഥാന സമിതി അംഗം KK സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം CKPക്കെതിരെ നടപടി ആവശ്യപ്പെട്ടിരുന്നു. യോഗത്തിൽ കൂടുതൽ നേതാക്കളും CKPക്കെതിരെ നടപടി ആവശ്യവുമായി രംഗത്തെത്തും. ബുധനാഴ്ച നടക്കുന്ന സംസ്ഥാന സമിതി യോഗത്തിലായിരിക്കും CK പത്മനാഭനെതിരെയുള്ള നടപടി വിഷയത്തിൽ തീരുമാനമെടുക്കുക. അതേസമയം AN രാധാകൃഷ്ണനെതിരെയും നേതൃയോഗങ്ങളിൽ രൂക്ഷ വിമർശനമുണ്ടായേക്കും. KN രാധാകൃഷ്ണന്റെ വിവാദ പ്രസ്താവനകളും പ്രസംഗവും കാരണം ജാഥയുടെ തന്നെ ഉദ്ദേശ ലക്ഷ്യത്തിനത് മങ്ങലേൽപ്പിച്ചു എന്ന സാഹചര്യമുണ്ടായതായും നേതാക്കൾ പറയുന്നു. എന്നാൽ ഇരു നേതാക്കളെയും അനുകൂലിച്ചും പ്രതികൂലിച്ചും വിവിധ നേതാക്കൾ നിലപാട് സ്വീകരിക്കുമ്പോൾ നേതൃയോഗങ്ങളിൽ ഭിന്നതയും ചേരിപ്പോരും രൂക്ഷമാകും. വിവാദങ്ങളിലും കേരള ഘടകത്തിലെ ഭിന്നതയിലും BJP കേന്ദ്ര നേതൃത്വവും അതൃപ്തിയിലാണ്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് വീണ്ടും സദാചാര ഗുണ്ടകളുടെ ആക്രമണം. അസമയത്ത് ദുരൂഹ സാഹചര്യത്തിൽ കണ്ടുവെന്നാരോപിച്ച് കൊടുങ്ങല്ലൂർ അഴീക്കോട് സ്വദേശിയായ മധ്യവയസ്കനെ സംഘം ചേർന്നെത്തിയവർ ക്രൂരമായി മർദ്ദിച്ചു. മേനോൻ ബസാർ സ്വദേശി സലാമാണ് ആക്രമണത്തിനിരയായത്. നഗ്നനാക്കി വൈദ്യുത പോസ്റ്റിൽ കെട്ടിയിട്ട് മർദ്ദിച്ച ശേഷം ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയും ചെയ്തു. ഗുരുതരാവസ്ഥയിലായ സലാം കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. കേരള മനസാക്ഷിയെ ഞെട്ടിപ്പിക്കും വിധം കൊടുങ്ങല്ലൂരിൽ സദാചാര ഗുണ്ടകൾ അഴിഞ്ഞാടിയത്. അസമയത്ത് ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെന്നാരോപിച്ചാണ് മേനോൻ ബസാർ സ്വദേശി സലാമിനെ ഒരു സംഘം ആളുകൾ മർദ്ദിച്ചത്. വടക്കേ ഇന്ത്യയിൽ മാത്രം കേട്ടുകേൾവിയുള്ള തരത്തിൽ ആക്രമിച്ച് അവശനാക്കിയ ശേഷം വിവസ്ത്രനാക്കി വൈദ്യുതി പോസ്റ്റിൽ കെട്ടിയിട്ടു. അകാരണമായാണ് മർദ്ദനം ആരംഭിച്ചതെന്നും നേരിട്ടറിയാവുന്നവരും സംഘത്തിലുണ്ടായിരുന്നുവെന്നും സലാം പറയുന്നു. ബാബു അയാളെ വീടിന്റെ ഭാഗത്ത്, അയാളെ ഭാര്യ നിൽക്കുന്ന വീടിന്റെ ആ ഭാഗത്ത് ആക്കിയിട്ട് ഞാനിപ്പോൾ വരെ സലാമെന്നും പറഞ്ഞ് പോയിട്ട് പിന്നെ തിരിച്ചു വരുന്ന ഇയാൾ ഗുണ്ടകളായിട്ടാണ് എന്നെ ഇരുമ്പൊടിക്ക് മർദ്ദിക്കുകയും എൻ്റെ പല്ലുകൾ നഷ്ടപ്പെടുത്തുകയും ഒന്നാളെ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. മർദ്ദനത്തിൽ ദേഹമാസകലം പരിക്കേറ്റ സലാമിന്റെ 3 പല്ലുകൾ അടർന്നു പോയി. മണിക്കൂറുകൾ നീണ്ട വിചാരണയ്ക്കൊടുവിൽ മോചിതനായ സലാമിനെ ഗുരുതരാവസ്ഥയിൽ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരാതിയെ തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ കണ്ണൂരിൽ തിരിതെളിയും. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. പ്രധാന വേദിയായ പോലീസ് മൈതാനിയിലെ നിളയിൽ രാവിലെ 9:30 പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ KV മോഹൻകുമാർ പതാക ഉയർത്തുന്നതോടെ 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തുടക്കമാകും. വൈകിട്ട് 4-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവത്തിന് തിരിതെളിയിക്കും. വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ KS ചിത്രയാണ് മുഖ്യാതിഥി. ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി ഉച്ചകഴിഞ്ഞ് 2:30 സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഘോഷയാത്ര ആരംഭിക്കും. കണ്ണൂരിന്റെ സാംസ്കാരിക പാരമ്പര്യവും കലാരൂപങ്ങളും ഘോഷയാത്രയ്ക്ക് മിഴിവേകും. 20 വേദികളിലായാണ് മത്സരങ്ങൾ. 232 ഇനങ്ങളിലായി 12,000 പ്രതിഭകൾ മാറ്റുരയ്ക്കും. 177 വ്യക്തിഗത ഇനങ്ങളും 55 ഗ്രൂപ്പ് മത്സരങ്ങളും വേദി കീഴടക്കും. ആദ്യ ദിനം 9 വേദികളിലായി വൈകിട്ട് 6 മണിയോടെ മത്സരങ്ങൾ ആരംഭിക്കും. പ്രധാന വേദിയിൽ മോഹിനിയാട്ടവും മറ്റു വേദികളിലായി കുച്ചിപ്പുടി, ഭരതനാട്യം, തിരുവാതിര എന്നിവയും അരങ്ങേറും. ചൊവ്വാഴ്ച വൈകിട്ടോടെ സാംസ്കാരികോത്സവത്തിന് തുടക്കമാവും. സ്റ്റേഡിയം കോർണറിലെ മയ്യടിയിൽ കഥാകൃത്ത് T പത്മനാഭൻ സാംസ്കാരികോത്സവം ഉദ്ഘാടനം ചെയ്യും. ഊട്ടുപുര ജവഹർ സ്റ്റേഡിയത്തിൽ സജ്ജമായി. പഴയടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് വിഭവങ്ങൾ ഒരുങ്ങുന്നത്.
പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കി പരിസ്ഥിതി സൗഹൃദ കലോത്സവം എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ഹരിതനയം നടപ്പാക്കുന്ന മഹാമേളയായി കണ്ണൂർ കലോത്സവം മാറും. 10 വർഷങ്ങൾക്കിപ്പുറം കണ്ണൂരെത്തിയ കലോത്സവത്തെ ആഘോഷമാക്കുന്നു കണ്ണൂരുകാർ. ഇനിയുള്ള 7 ദിനങ്ങൾ കേരളത്തിന്റെ കണ്ണും കാതും കണ്ണൂരിലേക്ക്. പ്രധാന വേദിയായ നിളയിൽ നിന്നും ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനൊപ്പം AK ലതീഷ്. വാർത്തകളിലേക്ക്. സംസ്ഥാന സ്കൂൾ കലോത്സവ നഗരിയിലും നോട്ട് പ്രതിസന്ധി. കണ്ണൂർ നഗരത്തിൽ ഒരു ATM-ലും പണമില്ല. ആവശ്യക്കാരേറെയായതിനാൽ പ്രതിസന്ധിയും രൂക്ഷമാണ്. ചില്ലറ മാറാൻ തെല്ലുപാടാണെങ്കിലും ആ 2000 രൂപ നോട്ട് തേടിയിറങ്ങിയതാണ് ഞങ്ങൾ. കലോത്സവത്തിലെ പ്രധാന വേദിയായ പോലീസ് ഗ്രൗണ്ട് ഒന്ന് ചുറ്റിയാൽ 9 ATM കൗണ്ടറുകൾ. എല്ലായിടത്തും സേവനം ഒരുപോലെ. ഞങ്ങളെപ്പോലെ 4ാമത്തെ ATM കൗണ്ടറിലെത്തിയതാണ് ഇയാൾ. ഞാനിപ്പോൾ 4ഓളം ATM നോക്കിയിട്ടുള്ളത്, ഒന്നിലും പൈസയില്ല. ഇനിയിപ്പോൾ നാളെ ഇപ്പം കണ്ണൂർ ഭയങ്കര തിരക്കായിരിക്കും. മറ്റു ജില്ലയിൽ നിന്നുള്ള കുട്ടികളും ആൾക്കാരെല്ലാം വരുന്നുണ്ട്. ദൂരെ ജില്ലകളിൽ നിന്നെത്തുന്നവരൊക്കെ ശരിക്കും ചുറ്റുമെന്നുറപ്പ്. കലോത്സവത്തിന് വരുന്നവരോട് ഒറ്റ കാര്യേ പറയാനുള്ളൂ, കയ്യിൽ ആവശ്യത്തിന് പണം കരുതണം. കണ്ണൂരിൽ ഒറ്റ ATM-ലും ചില്ലിക്കാശ് പോലുമില്ല. ക്യാമറാമാൻ ഷൈജു പിലാത്തറക്കൊപ്പം KT സാലിഹ്. കലാപ്രകടനങ്ങൾ ആവർത്തിക്കുമ്പോൾ മിമിക്രിയെ മാത്രം ആക്ഷേപിക്കുന്നത് ശരിയല്ലെന്ന് കലാഭവൻ KS പ്രസാദ്. മറ്റ് കലാരൂപങ്ങളെ അപേക്ഷിച്ച് എപ്പോഴും പുതുമ കണ്ടെത്തുന്നത് മിമിക്രിയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. കലോത്സവ ഓർമ്മകൾ പ്രസാദ് പീപ്പിൾ TVക്കൊപ്പം പങ്കുവച്ചു. ഇപ്പോൾ ലഭിക്കുന്ന സ്വീകാര്യതയൊന്നും അന്നുണ്ടായിരുന്നില്ലെങ്കിലും 1975 മുതൽ ലഭിച്ചു തുടങ്ങിയ കലോത്സവ വേദികളിൽ നിന്നുള്ള പുരസ്കാരങ്ങൾ KS പ്രസാദിന് നിറമുള്ള ഓർമ്മകളാണ്. പിന്നീട് കലാഭവനിലൂടെയുള്ള വളർച്ചയും. അന്ന് മിമിക്രി ഇല്ല, മോണോ ആക്ടിൽ പങ്കെടുത്തിട്ട് സമ്മാനം ലഭിച്ചിട്ടുള്ളത് തൃപ്പൂണിത്തുറയിൽ വെച്ച്. പിന്നെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കേരള യൂണിവേഴ്സിറ്റിയുടെ ഉത്സവത്തിൽ എറണാകുളത്ത് വെച്ച് രാജേന്ദ്ര മൈതാനം അവിടെ വെച്ചിട്ടാണ് മിമിക്രിയിൽ സമ്മാനം കിട്ടിയിട്ടുള്ളത്. മിമിക്രി ആവർത്തനമാകുന്നുവെന്ന ആക്ഷേപങ്ങൾക്ക് അദ്ദേഹത്തിന് കൃത്യമായ മറുപടിയുണ്ട്. അപ്പോൾ പിന്നെ ഭരതനാട്യവും മോഹിനിയാട്ടവും ഓട്ടംതുള്ളലും കഥാപ്രസംഗവും ഒപ്പനയും അതുപോലെ നാടകവും പിന്നെ വേറെ ഏത് കലാരൂപങ്ങളാണ് ഇവിടെ വരുന്നത്? മാപ്പിളപ്പാട്ട്, ഏത് കലാരൂപങ്ങളാണ് ആവർത്തനം അല്ലാതെ ഉള്ളത്? അവർക്കൊക്കെ ആവർത്തിക്കാം, ഒരു കുഴപ്പമില്ല. നമ്മൾ മാത്രം ആവർത്തിക്കാൻ പാടില്ല എന്നുണ്ടോ? നമ്മളാണ് ഓരോ വർഷവും ഓരോരോ പുതിയ ഐറ്റം കണ്ടെത്തുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാൻ അനുമതി തേടി കോടതി കയറുന്നവർ വർദ്ധിക്കുകയാണ്. ഇത് ആശാസ്യമല്ലെന്നും മത്സരങ്ങൾ ആരോഗ്യകരമായിരിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. കലോത്സവത്തോടെ അവസാനിക്കരുത് പ്രതിഭകളുടെ കലാപ്രകടനം. ജീവിതകാലം മുഴുവൻ കല കാത്തുസൂക്ഷിക്കണം എന്നാണ് KS പ്രസാദിന്റെ നിർദ്ദേശം. അഭിലാഷ് നിലമ്പൂരിനൊപ്പം സമീർ വഴങ്ങോട്. വാർത്തകളിലേക്ക്. സംസ്ഥാന സ്കൂൾ കലോത്സവ നഗരിയിലെ കൈരളി TVയുടെ പ്രത്യേക സ്റ്റുഡിയോ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനും ചലച്ചിത്ര നടൻ സന്തോഷ് കീഴാറ്റൂരും ചേർന്ന് നിർവഹിച്ചു. കണ്ണൂർ മേയർ EP ലത, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV സുമേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കലോത്സവത്തിന്റെ വർണ്ണപ്പകിട്ടും ആവേശവും പകർത്താൻ കൈരളി പീപ്പിൾ ടീം ഒരുങ്ങിക്കഴിഞ്ഞു. നഗരിയിലെ പ്രത്യേക സ്റ്റുഡിയോ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനും ചലച്ചിത്ര നടൻ സന്തോഷ് കീഴാറ്റൂരും ചേർന്ന് നിർവഹിച്ചു. തുടർന്ന് മന്ത്രി പാട്ടുപാടി കലോത്സവത്തിന്റെ ആവേശം പകർന്നു. പഞ്ചവർണ്ണ കിളിത്തത്തേ തുഞ്ചന്റെ കച്ചമണികൾ കുത്തും കൊഞ്ചിക്കുഴഞ്ഞൊരു തത്തേ. കണ്ണൂർ മേയർ EP ലത, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV സുമേഷ്, കൈരളി TV മലബാർ മേഖലാ മേധാവി PV കുട്ടൻ തുടങ്ങിയവർ പങ്കെടുത്തു. ക്യാമറാമാൻ ഷൈജു പിലാത്തറക്കൊപ്പം KT സാലിഹ്, കണ്ണൂർ. 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കണ്ണൂരിൽ നാളെ തിരിതെളിയും. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. മറ്റു വാർത്തകളിലേക്ക്. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടിക്കറ്റ് ലഭിക്കാനായി BJP-യിൽ തമ്മിലടി. സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയുമായി 10,000-ത്തിലധികം അപേക്ഷകളാണ് ദേശീയ നേതൃത്വത്തിന് ലഭിച്ചത്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഇന്ന് ദില്ലിയിൽ ചേരുന്ന BJP കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി അംഗീകാരം നൽകും. അതേസമയം പഞ്ചാബ് മുഖ്യമന്ത്രി പ്രകാശ് സിംഗ് ബാദലിനെതിരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അമരീന്ദർ സിംഗ് ഹൈക്കമാൻഡിനെ സമീപിച്ചു. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിനായുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ചൊവ്വാഴ്ച ആരംഭിക്കാനിരിക്കെയാണ് BJP കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ദില്ലിയിൽ യോഗം ചേരുന്നത്. സ്ഥാനാർത്ഥിത്വം നേടിയെടുക്കാനായി സംസ്ഥാനത്ത് നിന്നുള്ള നേതാക്കൾ മത്സരിക്കുന്നതാണ് BJP നേതൃത്വത്തിന് തലവേദനയാകുന്നത്.
403 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് 10,000-ത്തിലധികം അപേക്ഷകൾ ഇതുവരെ ദേശീയ നേതൃത്വത്തിന് ലഭിച്ചു കഴിഞ്ഞു. ദേശീയ അധ്യക്ഷൻ അമിത്ഷാ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ പങ്കെടുക്കുന്ന കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതി ആദ്യഘട്ട പട്ടികയ്ക്ക് അംഗീകാരം നൽകും. ഉത്തരാഖണ്ഡിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടികയും തിരഞ്ഞെടുപ്പ് സമിതിയുടെ പരിഗണനയ്ക്ക് വരും. അതേസമയം പഞ്ചാബിലേക്കുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടരവേ പുതിയ ആവശ്യവുമായി കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അമരീന്ദർ സിംഗ് ഹൈക്കമാൻഡിനെ സമീപിച്ചു. ശിരോമണി അകാലിദൾ നേതാവും മുഖ്യമന്ത്രിയുമായ പ്രകാശ് സിംഗ് ബാദലിനെതിരെ ലാംബി നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ അനുവദിക്കണമെന്നാണ് ആവശ്യം. കോൺഗ്രസ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടികയിൽ പാട്യാല അർബൻ മണ്ഡലമാണ് അമരീന്ദറിന് നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്തെ തകർച്ചയിലേക്ക് നയിച്ച മുഖ്യമന്ത്രിയെ തോൽപ്പിക്കണമെന്നതാണ് തന്റെ ലക്ഷ്യമെന്നാണ് അമരീന്ദർ ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നത്. ഹൈക്കമാൻഡിന്റെ മറുപടി ലഭിച്ചാൽ ബുധനാഴ്ച ലാംബിയിൽ നിന്നും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നും അമരീന്ദർ സിംഗ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ദില്ലി.